ഈ പെരിമെനോപോസൽ സ്റ്റേജിൽ തന്നെ പീരിയഡ്സ് ഇറഗുലാരിറ്റി സ്റ്റാർട്ട് ചെയ്യും. അത് ചില ആൾക്കാർക്ക് സ്കാൻഡി ബ്ലീഡിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ അതായത് ബ്ലീഡിങ് കുറയുക. ചില ആൾക്കാർക്ക് എക്സസീവ് ബ്ലീഡിംഗ് ആയിരിക്കും, ചില ആൾക്കാർക്ക് നോർമൽ ബ്ലീഡിംഗ് ആയിരിക്കും. പക്ഷേ ഒരു മന്ത് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇതും ഓരോ ആൾക്കാർക്കനുസരിച്ച് ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് മാറിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് ഹോട്ട് ഫ്ലാഷസ് ആണ്. അതായത് അമിതമായിട്ടുള്ള ചുട്ടുപൊകച്ചിൽ. ഏത് കാലാവസ്ഥയാണെങ്കിലും എ സിയിലാണെങ്കിൽ പോലും ചൂട് സഹിക്കാൻ പറ്റാണ്ടിരിക്കുക. അതേപോലെ തന്നെ നൈറ്റ് സ്വെറ്റ്സ്, രാത്രി ആകുമ്പോൾ ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ സ്വെറ്റിംഗ് ഉണ്ടാവുക. അതവരുടെ സ്ലീപ്പ് ഡിസോർഡർ ആവും. മെയിൻലി ഈസ്ട്രോജൻ ഹോർമോൺ കുറയാണ് ഈ അവസ്ഥയിൽ ആവുന്നത്. അപ്പം ഈസ്ട്രോജൻ നമ്മുടെ ബോൺ പ്രൊട്ടക്റ്റീവും കാർഡിയോ പ്രൊട്ടക്റ്റീവും ഒക്കെയാണ്. അപ്പോൾ ഇത് കുറയുന്നതുകൊണ്ട് ബോണിൻ്റെ സ്ട്രെങ്ത് കുറയും. അതുവഴി ജോയിൻറ്റ് പെയിനും പിന്നെ എന്തെങ്കിലും ഒരു വീഴ്ചയൊക്കെ സംഭവിക്കുമ്പോൾ ഫ്രാക്ചർ ഉണ്ടാകാനുള്ള ചാൻസസും കൂടുതലായി വരും. പിന്നെ ഹെയർ ഫോൾ, കാൽഷ്യം കുറയും ഈ അവസ്ഥയിൽ. അപ്പോൾ ഹെയർ ഫോൾ ഉണ്ടാവും, പിന്നെ ഹെയർ തിന്നിങ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇറിറ്റബിലിറ്റിയാണ് ഇതിൽ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെ മെൻ്റലി അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. കൂടാതെ ഇതിൽ വജൈനൽ ഡ്രൈനസ് ഉണ്ടാവും, പിന്നെ ബ്രസ്റ്റ് അട്രോഫി, സ്കിൻ സാഗിങ്, ഇതൊക്കെ സംഭവിക്കുമ്പം തന്നെ അവർക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇതിൻ്റെ റെമഡീസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇമോഷണൽ സപ്പോർട്ട്. അതായത് കൂടെയുള്ള ആൾക്കാർ മനസ്സിലാക്കുക ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇവർക്കിങ്ങനെ മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. ഇൻ കേസ് കൗൺസിലിങ്ങോ കാര്യങ്ങളോ വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറ്റുക എന്നുള്ളതാണ്. അതായത് ഡയറ്റിൽ ഇവർക്ക് പറഞ്ഞല്ലോ കാൽഷ്യം കുറയുക അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറയുക, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഡയറ്റിൽ പാല്, മുട്ട, പിന്നെ ഹീമോഗ്ലോബിൻ കൂടുന്ന തരത്തിലുള്ള ഡേറ്റ്സ്, പൊമഗ്രാനേറ്റ്, അങ്ങനെ നമ്മൾ ഹീമോഗ്ലോബിൻ കൂടാനുള്ള ഫുഡൊക്കെ ആഡ് ചെയ്യുക. പിന്നെ അതേപോലെ ഭയങ്കര ചൂടായിരിക്കും ബോഡിയിലെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരീരം തണുക്കുന്ന രീതിയിൽ മോര്, നന്നാറി, ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഈസ്ട്രോജൻ കുറയുന്നു പറഞ്ഞു. അപ്പോൾ ഫൈറ്റോ ഈസ്ട്രോജൻസ് കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് സോയാബീൻ, കാച്ചിൽ, കാവത്ത്, പിന്നെ ഫ്ലാക്സ് സീഡ്, ഇതൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അങ്ങനെ പിന്നെ ലൈഫ് സ്റ്റൈൽ മാറ്റുക. അതായത് അവർക്ക് മെയിൻലി ഒരുപാട് ചിന്തകളുണ്ടാവും. അപ്പോൾ അതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഹോബി അല്ലെങ്കിൽ ഒരു മീ ടൈം, എന്തെങ്കിലും മെൻ്റലി ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അതിൻ്റെ കൂടെ പ്രാണായാമ, യോഗ, മെഡിറ്റേഷൻ, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് ഡീഹൈഡ്രേഷൻ വരാതെ നോക്കുക. അതായത് എപ്പോഴും ചൂടാന്ന് പറഞ്ഞു, ബോഡിയിൽ ഒരു പിത്തം കൂടിയൊരു കണ്ടീഷനാണത്. അപ്പോൾ ആ സമയത്ത് ഡീഹൈഡ്രേറ്റഡ് ആവുന്ന തരത്തിലുള്ള ഒരു ഡ്രിങ്കുകളും ഉപയോഗിക്കാണ്ടിരിക്കുക. റിഫൈൻഡ് കാർബ്സ് ആയിട്ടുള്ള മൈദ, ബേക്കറി, പിന്നെ ഷുഗർ, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാം. മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇതൊരു ടെമ്പററി ഫേസ് മാത്രമാണ്. ഇതെല്ലാവർക്കും വന്നു പോകുന്നതാണ്. അപ്പോൾ അതിനൊരു ടൈം കൊടുക്കുക, ആ സമയത്തൊരു പരിചരണം കൊടുക്കുക. അത്രയും ശ്രദ്ധിച്ചാൽ മതി.